നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിരന്തരം ദിലീപിനെ പിന്തുണച്ച് രംഗത്തെത്തുന്ന അഖിൽ മാരാർക്കെതിരെ ബിഗ് ബോസ് താരം. ഓടുന്ന പീഡനം സാധ്യമല്ല എന്നും കാറിൽ ഭർത്താവിനെയോ ഭാര്യയോ ഒന്നിച്ച് ഡെമോ നടത്തി നോക്കിയാൽ മനസ്സിലാകുമെന്നും അഖിൽ നടത്തിയ പരാമർശം വലിയ വിവാദമാവുകയായിരുന്നു. ഇതിനെതിരെ ആഞ്ഞടിച്ച് അവതാരികയും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ KB ശാരിക രംഗത്തെത്തിയിരിക്കുന്നു. ശാരിക പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. കുറച്ചു വർഷമായി അഖിൽ ഒരു നന്മ മരമാണ്, ധീരനാണ് എന്നൊക്കെ കാണിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പക്ഷെ കുറച്ചു നാളുകളായി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും മനസ്സിലാക്കി തരുന്നുണ്ട് ജനത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്. വിധി വന്നതിന് ശേഷം അദ്ദേഹം കാണിക്കുന്ന ഈ നടനമുണ്ടല്ലോ, ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അത് കോഞ്ഞാട്ടയായി പോയി. ജീവിതത്തിൽ എന്തു തന്നെ ആയാലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അഖിൽ മാരാർ. എന്തിനാണ് കുറ്റവിമുക്തനാക്കപ്പെട്ട മഹാനടന്റെ മൂട് താങ്ങി നടക്കുന്നത് എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അതിൻ്റെതായ കാര്യങ്ങളും പ്രയോജനങ്ങളും ഒക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ മറുവശത്ത് നിൽക്കുന്നത് വളരെ ആഴത്തിൽ മുറിവേറ്റ ഒരു സ്ത്രീയാണ്. എത്ര ലാഘവത്തോടെയാണ് അഖിൽ മാരാർ അവരെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് പൾസർ സുനിക്ക് ഇതൊരു ഹോബിയാണ് എന്നാണ്. സെലിബ്രിറ്റികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതും ഒരു പതിവാണ് എന്ന്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ അതിജീവിത എന്ന് നിങ്ങൾ പറയാതെ പറയുന്നു. 2017 ഫെബ്രുവരി 17 മുതൽ 2025 ഡിസംബർ വരെ അവരെ സ്നേഹിക്കുന്ന മലയാളികൾ അവർക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അഖിലിനോട് ഒരു കാര്യം പറയാം. 2017 ഫോണിന്റെ ക്ലാരിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട്. കാറിനകത്ത് പീഡിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ബാലിശമായ സംശയം നിങ്ങൾക്കുണ്ട്. പണ്ടത്തെ ഒരു സിനിമയാണ് ഓർമ്മ വരുന്നത്. മമ്മൂട്ടിയും സുഹാസിനിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയിൽ മമ്മൂക്ക കാറിനകത്ത് വെച്ച് സുഹാസിനിയെ റേപ്പ് ചെയ്യുന്ന സീനുണ്ട്. വരുത്തൻ സിനിമയിൽ ഐശ്വര്യ ലക്ഷ്മിയെ ജീപ്പിലിട്ടാണ് ഉപദ്രവിക്കുന്നത്. സിനിമയിൽ കാണുന്ന മിക്ക കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങളൊന്ന് പെർഫോം ചെയ്ത് നോക്കൂ. കാറിന്റെ ബാക്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നാട്ടുകാരെ ഉപദേശിക്കാൻ ഉളുപ്പുണ്ടോ മനുഷ്യ? ചോദ്യങ്ങളെല്ലാം പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ശാരിക ചോദിക്കുന്നത്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്നത് പോലെയാണ് അഖിൽ മാരാറിന്റെ കാര്യം. മിസ്റ്റർ അഖിൽ മാരാർ, അങ്ങ് എന്തു പറഞ്ഞാലും കേട്ട് രസിക്കാൻ ചുറ്റുമുള്ള എല്ലാവർക്കും ഒരേ നിലവാരമല്ല എന്നെങ്കിലും ഒന്ന് ഓർക്കുക. ഇന്നത്തെ അതിജീവിത അങ്ങ് അകലെയാണെങ്കിൽ നാളെ അത് നമുക്കിടയിൽ ആരെങ്കിലും ആകാം. അതുകൊണ്ട് തന്നെ പറയുന്നതിന് മുൻപ് വാക്കുകൾ 2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം പറയുക.